ഹലോ ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും കുടുംബവും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ കുറച്ച് പാരൻറ്റിങ് ടിപ്സാണ് പറയുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. കുട്ടികൾ മിടുക്കരായി വളരാൻ മാതാപിതാക്കൾ ചെയ്യേണ്ട 4 കുഞ്ഞു കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. കുട്ടികൾ മിടുക്കരായി വളരാനായിട്ട് മാതാപിതാക്കൾക്ക് പ്രധാന പങ്കുണ്ട്. പരസ്പരം സ്നേഹിക്കാനും സമൂഹത്തിൽ ഇടപഴകാനും ഒക്കെ കുട്ടികളെ ശീലിപ്പിക്കേണ്ടത് വീട്ടിലെ മുതിർന്ന ആളുകളുടെ ഒരു ഡ്യൂട്ടിയാണ്, ഒരു ധർമ്മമാണ് അതൊക്കെ. നിങ്ങളുടെ കുട്ടി എത്രത്തോളം സ്വയം പര്യാപ്തരാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കുറേ നേരം, ദീർഘനേരം ഒറ്റയ്ക്കാക്കിയാൽ നിങ്ങളുടെ കുട്ടിക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ കഴിയുമോ? ലോകത്തെ അഭിമുഖീകരിക്കാൻ ആവശ്യമായ ജീവിത വൈദഗ്ധ്യം നിങ്ങളുടെ കുട്ടിക്കുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഓരോ മാതാപിതാക്കളും അവരുടെ കുട്ടിയിൽ നേതൃത്വ ഗുണം വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ സ്വയം പര്യാപ്തരായി വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നേതൃത്വത്തിൻ്റെ നെടുന്തൂണുകൾ സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവുമാണെന്ന് മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കണം. എന്താ അങ്ങനെ പറഞ്ഞാൽ? അതായത് നേതൃത്വമുള്ള കുട്ടികളായി സ്വയം പര്യാപ്തരായി വളർത്താനൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് നല്ല സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ സ്വതന്ത്രമായും ആത്മവിശ്വാസത്തോടെയും നേരിടാനായിട്ട് സഹായിക്കുന്ന ചില അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കുട്ടികളുടെ ജീവിത നൈപുണ്യ വിദ്യാഭ്യാസം സ്കൂളിൽ ലഭിക്കുന്ന എക്സ്പോഷറിൽ അവസാനിക്കുന്നില്ല എന്ന് നമ്മൾ അറിയുക വേണം. അനുഭവങ്ങളിലൂടെയും പരിശീലന പ്രവർത്തനങ്ങളിലൂടെയും മാത്രമേ അത് വാർത്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ശരിയായ രീതിയിലുള്ള പരിശീലനം എവിടെ നിന്ന് തുടങ്ങേണ്ടത്? വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. കുട്ടികൾ മിടുക്കരായി വളരാനായിട്ട് എങ്ങനെയാ സാധിക്കും അല്ലെങ്കിൽ സാധ്യമാകും എന്നതിൽ, കുട്ടികൾ മിടുക്കരായി വളരാനായിട്ട് എങ്ങനെ സാധ്യമാകും എന്നതിൽ രക്ഷിതാക്കൾ മിക്കവാറും ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കും അല്ലേ? നമ്മുടെ കുട്ടീനെ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ചുമതലകൾ ഏറ്റെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക. അതിലൂടെ നമുക്കത് നേടാൻ സാധിക്കും. കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സ്വയം ചെയ്യാനായിട്ട് അവരോട് നമുക്ക് പറയാം. രാവിലെ നമ്മൾ അവരെ ഉണർത്തണേന് പകരം അവരെ സ്വയം ഉണരാനായിട്ട് പരിശീലിപ്പിക്കുക. ഒരു അലാറം ക്ലോക്ക് കൊടുക്കാം. അതുവഴി അവർക്ക് കൃത്യസമയത്ത് ഉണരാനും അതുപോലെ സ്കൂളിൽ പോകുന്നതിൻ്റെ മുൻപ് നടത്തേണ്ട അവരുടേതായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാനും ഒക്കെ അവർക്ക് സെൽഫായിട്ട് സാധിക്കും. അവരുടെ സ്കൂൾ വർക്കുകളുടെയും അതുപോലെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെയും ട്രാക്ക് സൂക്ഷിക്കാനായിട്ട് ഒരു പ്ലാനർ കൊണ്ടുവരിക. അത് അവരെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവർക്ക് അതിങ്ങനെ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള, നിങ്ങൾ ഇത്ര നേരം പഠിച്ചു, അല്ലെങ്കിൽ ഇത്ര നേരം കളിച്ചു, ഇത്ര നേരം ഫോൺ ഉപയോഗിച്ചു, ഇത്ര മണിക്ക് എഴുന്നേറ്റു എന്നൊക്കെ നമ്മൾ വലിയവർ ചെയ്യില്ലേ? ഇപ്പോൾ പലരും ഹാബിറ്റ് ട്രാക്കിംഗ് പോലെയൊക്കെ ചെയ്തു പോകുന്ന ഓരോരുത്തരാണ്. ജേർണലിംഗ് ഒക്കെ കീപ്പ് ചെയ്തു പോകുന്ന ആളുകളാണ്. അതുപോലെ കുട്ടികൾക്കും ഈ അവരുടെ സ്കൂൾ വർക്കുകളുടെയും പാഠ്യേതര പ്രവർത്തനങ്ങളുടെയൊക്കെ ട്രാക്ക് സൂക്ഷിക്കാനായിട്ടൊരു പ്ലാനർ നമ്മൾ അവരോട് ക്രിയേറ്റ് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ നമ്മളത് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ട സമയം അവരോട് പറയുക. അതായത് ഒരുപാട് ലാഗ് ഇട്ടിട്ട് തീർക്കേണ്ട അവസ്ഥയൊന്നും വരുത്തരുത്. ഇത്ര നേരത്തിൻ്റെ ഉള്ളിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്കും കൂടിയും അവർക്കൊരു നമ്മുടേതായിട്ടുള്ളൊരു ലീഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾക്ക് കുട്ടികൾ മിടുക്കരായി വളരാനായിട്ട് മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു 4 ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യമാണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വളർത്തുക. സെൽഫായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കുട്ടികളിൽ വളർത്തണം നമ്മൾ. അതിനെന്തൊക്കെയാണ് ചെയ്യുക? ജോലി, ജീവിത പങ്കാളികൾ എന്നിവ നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കേണ്ട പ്രധാന തീരുമാനങ്ങളിൽ ചിലത് മാത്രമാണ്. ചെറുപ്പം മുതലേ നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മുടെ കുട്ടീനെ പഠിപ്പിക്കുക. 2 വ്യത്യസ്ത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഗെയിമുകൾ, 2 വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങൾ, 2 വ്യത്യസ്ത ഭക്ഷണങ്ങൾ മുതലായവ തിരഞ്ഞെടുക്കാൻ അവരോട് ആവശ്യപ്പെട്ടും കൊണ്ട് ആരംഭിക്കാം നമുക്ക്.
ഇത് സംഭവിക്കുമ്പോൾ ഓരോ തീരുമാനത്തിൻ്റെയും അനന്തരഫലങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനാൽ നിങ്ങളുടെ കുട്ടി ഒരു തീരുമാനം എടുക്കുന്നതിൻ്റെ മുൻപ് അവരെ ഓരോ പ്രവൃത്തിയുടെയും നേട്ടങ്ങളും ദോഷങ്ങളും വിലയിരുത്താൻ അവർക്കൊരു സഹായമാവും. അല്ലെങ്കിൽ അവർ തന്നെ അവർ ചെയ്യുന്ന പ്രവർത്തനം നമ്മൾ ഇങ്ങനെ ഈ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ അവർ അതിലേതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട് അവർക്ക് ആ തീരുമാനിക്കുമ്പോൾ അവർക്ക് മെൻ്റൽ പവർ കൂടുകയാണ്. അവരപ്പോൾ അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് അവരിങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ടാണ് അതിലൊരു തീരുമാനം എടുക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഓരോ പ്രവൃത്തിയിലും അതിൻ്റെ നേട്ടങ്ങളും ദോഷങ്ങളൊക്കെ വിലയിരുത്താനായിട്ട് അവർക്ക് ഈ ഒരു മെത്തേഡ് ഹെൽപ്പായിരിക്കും. അപ്പോൾ എന്താണ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വളർത്തുക എന്നതാണ് കുട്ടികൾ മിടുക്കരായി വളരാനായിട്ട് മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ്. മണി മാനേജ്മെൻറ്റ് വളർത്തണം. അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ജീവിത നൈപുണ്യങ്ങളിൽ ഇത് വളരെ അടിസ്ഥാനപരമായ ഒന്നാണ് ഈ മണി മാനേജ്മെൻറ്റ്. അതറിയാലോ, ഒരു ലൈഫാകുമ്പോൾ ഏറ്റവും അധികം നമ്മൾ ഇന്നും ഫേസ് ചെയ്യുന്ന, ഇത്രയും മുതിർന്നിട്ടും നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിരിക്കാം മണി മാനേജ്മെൻറ്റ്. അല്ലെങ്കിൽ ആ മണി മാനേജ്മെൻറ്റിൻ്റെ ഒരു വ്യതിയാനം കൊണ്ട്, അതിൽ വരുന്ന തെറ്റുകൊണ്ടായിരിക്കാം ഓരോരുത്തരും കടങ്ങളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഓരോരുത്തർ റിച്ച് ആവുന്നത്. അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റം എല്ലാം മണി മാനേജ്മെൻറ്റ് കറക്റ്റ് ആവാത്തതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ബേസിക്കായിട്ട് കുട്ടികളിൽ ആ മണി മാനേജ്മെൻറ്റ് എങ്ങനെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവരിൽ എങ്ങനെ വളർത്താം എന്ന് നോക്കാം. എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നിങ്ങളുടെ കുട്ടികൾക്ക് അവരുടെ ചിലവുകൾക്കായി ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു പോക്കറ്റ് മണി കൊടുക്കുക. ഒരു ചെറിയ തുകയായിരിക്കാം, അത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു നിശ്ചിത എമൗണ്ട് പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കുക. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനും ആവശ്യ കാര്യങ്ങൾക്ക് എങ്ങനെ ഈ തുക ചെലവഴിക്കണം എന്നൊക്കെ അവരെന്നെ പഠിപ്പിച്ചു കൊടുക്കുക. ജസ്റ്റ് നമ്മളൊന്ന് ഇങ്ങനെ ഓർമ്മിപ്പിച്ച് കൊടുക്കുക അവർക്ക്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചിലവാക്കരുത്, ഇതാണ് നിനക്ക് ഈ വീക്കിലേക്ക് ഞാൻ തരുന്ന എമൗണ്ട്, ഇതിൻ്റെ ഉള്ളിൽ നിൻ്റെ എല്ലാ എക്സ്പെൻസസും നീ ചുരുക്കണം, അതിൽ നിന്ന് നീ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിനക്ക് സേവിങ് ആയി എന്നൊക്കെയുള്ള ഒരു ഇതൊക്കെ കൊടുക്കാം, നമുക്ക് ഒരു അഡ്വൈസൊക്കെ അവർക്ക് കൊടുക്കാം. എന്നിട്ട് കുട്ടിക്കായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുക. മാസത്തിലൊരിക്കൽ അതിൽ പണം നിക്ഷേപിക്കാനായിട്ട് അവരെ അനുവദിക്കുക. അതായത് അവർക്ക് നമ്മൾ ഈ വീക്കിലി നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിൽ ബാലൻസ് ഉള്ളത് അവരതിൽ സേവ് ചെയ്തോട്ടെ, ആ ഒരു രീതിയാവാം. അല്ലെങ്കിൽ നമ്മൾ എന്നല്ല, നമ്മുടെ പാരൻസ്, അതായത് അവരുടെ ഗ്രാൻഡ് പാരൻസും അവർക്ക് പോക്കറ്റ് മണിയൊക്കെ കൊടുക്കും. അതൊക്കെ സേവ് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതി അവരിൽ വളർത്തുക. സേവ് ചെയ്യണം, ആവശ്യങ്ങൾക്ക് മാത്രം ചിലവാക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ അവരിൽ വളർത്താനായിട്ട് നമുക്കിത് ശ്രദ്ധിക്കും. അപ്പോൾ എന്താണ്, കുട്ടികൾ മിടുക്കരായി വളരാനായിട്ട് മാതാപിതാക്കൾ ചെയ്യേണ്ട 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വളർത്തണം. രണ്ടാമത്തെ കാര്യം മണി മാനേജ്മെൻറ്റ് വളർത്താൻ ശ്രദ്ധിക്കുക. പിന്നെ നെക്സ്റ്റ് വൺ എന്താണ്, അത് മൂന്നാമത്തെ കാര്യമാണ് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വളർത്തുക. അതായത് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം അറിയുക, വളർത്തുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കുട്ടിയിൽ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും സുസ്ഥിരതയുടെയും മൂല്യം ചെറുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കുന്നത് പരിസ്ഥിതിയെ കുറിച്ച് കൂടുതൽ അവബോധമുള്ളവരാകാനായിട്ട് അവരെന്നെ സഹായിക്കും. അതായത് നമ്മുടെ കുട്ടിയിൽ പരിസ്ഥിതി ചുറ്റുപാടിലേക്ക് ഇറങ്ങി അവരോട് നമ്മളിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ദുരുപയോഗം, അതുപോലെ മണ്ണിൽ ലയിക്കാത്ത സംഭവങ്ങളുടെ ദുരുപയോഗം, അതൊക്കെ അവോയ്ഡ് ചെയ്യണം. കൂടുതൽ പ്രകൃതിയോട് അനുബന്ധമായിട്ടുള്ള സംഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുഞ്ഞാവുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് പഠിപ്പിച്ച് കൊടുക്കുന്നതും, അതുപോലെ ഈ ഡസ്റ്റ്ബിന്നിൽ നമ്മൾ കുട്ടികളിങ്ങനെ ആകെ ചെതറിയിട്ട് വേസ്റ്റുകളൊക്കെ ഇടുന്ന ആ ഒരു സ്വഭാവമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമുകളിലൊക്കെ ഓരോ കാർഡ്ബോർഡ് ബോക്സെങ്കിലും വെക്കുക. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമില്ലാത്തത് അവർ അതിൽ കൊണ്ടുവന്നിടും. അതിൽ നിന്ന് നമുക്ക് തിരഞ്ഞിട്ട് പ്ലാസ്റ്റിക് തരംതിരിച്ചിട്ട് ഹരിതകർമ്മസേനയ്ക്കോ അല്ലെങ്കിൽ എന്തിനെങ്കിലും കൊടുക്കുക. ബാക്കിയുള്ളത് നമ്മളെങ്ങനെ എന്താ പറയുക, നശിപ്പിച്ച് കളയാൻ പറ്റുന്നതാണെങ്കിൽ നശിപ്പിച്ച് കളയുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹരിതകർമ്മസേന വരുന്നുണ്ടല്ലോ, അവർക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കുട്ടികൾക്കും കൂടിയും അവരും കൂടി കാണത്തക്ക രീതിയിൽ നമ്മൾ ചെയ്യുക. ഇനി എന്താ ചെയ്യുക, പരിസ്ഥിതി സംരക്ഷണം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളുടെ കുട്ടീനെ പഠിപ്പിക്കുക. അതായത് നമ്മൾ ഈ പരിസ്ഥിതിക്ക് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് എന്തിനാണ്, പരിസ്ഥിതി സംരക്ഷണം എന്തിനാണ് എന്നുള്ള ബോധം കുട്ടികൾക്ക് വളർത്തുക.
പിന്നെ പൂന്തോട്ട പരിപാലനം, ഗാർഡനിങ്, നിർമ്മാർജ്ജനത്തിനായി മാലിന്യ ശേഖരണം തുടങ്ങിയ പാരിസ്ഥിതിക പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് അവരെ നിർബന്ധിക്കാം. നമ്മളും നമ്മുടെ വീടിന് ചുറ്റോറും നടന്നിട്ട് ഓരോ വേസ്റ്റുകൾ എടുക്കുക, അല്ലെങ്കിൽ ആ വേസ്റ്റ് കൊണ്ട് കളയുമ്പോൾ അതിനെ തരംതിരിക്കുന്നതിൽ കുട്ടികളെയും കൂടിയും ഏർപ്പെടുത്തുക. അതുപോലെ ചെടികൾ നടാനായിട്ട് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. അവർക്ക് ഇഷ്ടമുള്ള ചെടികൾ നടാനായിട്ട് അവരോട് പറയാം, ഇഷ്ടമുള്ളത് നടാനായിട്ട് അവരോട് പറയാം. വിത്ത് പാകാനും അതുപോലെ വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ചെടി വരുമെന്ന് പറയാനും അതൊക്കെ അവരെന്നെ കാണിച്ചൊക്കെ കൊടുക്കുക. അപ്പോൾ അവർക്കത് ഒന്നും കൂടി അവർക്ക് അതിലൊക്കെ ഇൻട്രസ്റ്റ് വരും. വിത്ത് പാകാനായിട്ട് അവരെന്നെ സഹായിക്കുക. ചെടികൾ നനയ്ക്കാനുള്ള ജോലി അവരെന്നെ ഏൽപ്പിക്കാം. കുറച്ച് വെള്ളമൊക്കെ വേസ്റ്റ് ആക്കും, പക്ഷേ എങ്കിലും അവർക്ക് വേസ്റ്റ് ആക്കാതെ ചെയ്യണം എന്നുള്ളത് പഠിക്കാനായിട്ട് ഒരു ദിവസം അവർ വേസ്റ്റ് ആക്കിയാലും രണ്ടാമത്തെ ദിവസം അവരത് ഉപയോഗിക്കുന്നത് നമുക്ക് തന്നെ അത് മനസ്സിലാക്കാം. കുഞ്ഞു കുട്ടികൾക്ക് വരെ അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇനി അടുത്ത ഒരു കുട്ടികൾ മിടുക്കരായിട്ട് വളരാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന 4ാമത്തെ കാര്യങ്ങളാണ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വളർത്തുക. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ സ്വയം അത് പരിഹരിക്കാനുള്ള ഒരു കഴിവ് ആ കുട്ടികളിൽ വളർത്താനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക. അതായത് പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാനായിട്ട് നിങ്ങളുടെ കുട്ടീനെ പ്രാപ്തരാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുവഴി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവ കൈകാര്യം ചെയ്യാനായിട്ട് അവർ പ്രാപ്തരാകും. നിങ്ങളുടെ കുട്ടിയുമായിട്ട് ഒരു തുറന്ന ആശയവിനിമയം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുവഴി അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാനും അതുവഴി അവരെ സഹായിക്കാനും കഴിയും. കൂടാതെ തീർച്ചയായിട്ടും ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നിങ്ങൾ വീട്ടിൽ അവർക്ക് മാതൃകയാകണം എന്നത് വളരെ പ്രധാനമാണ് കേട്ടോ. ശ്രദ്ധിക്കുക. എന്താ, രക്ഷിതാവ് എന്ന നിലയിൽ നിങ്ങളായിരിക്കും അവരുടെ മാതൃക. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറാനും നല്ല രീതിയിൽ അടുക്കും ചിട്ടയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. നമ്മളതിനെ ഏറ്റവും കൂടുതൽ അവർ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ കുട്ടികളെ ജീവിത നൈപുണ്യങ്ങൾ പഠിപ്പിക്കുന്നത് നിർണായകമാണ്. അതിലൂടെ അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഒരു ധാരണയൊക്കെ ഉണ്ടാവും. നമ്മുടെ കുട്ടികളെ സന്തോഷകരവും രസകരവും ആയിട്ടുള്ള രീതിയിൽ പഠിപ്പിക്കുന്നതിലൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ. അതൊക്കെ അവർ ബോറടിക്കാതെ അവരെ അവിടെ ഇരുത്തി പഠിപ്പിക്കാനുള്ളൊരു കഴിവൊക്കെ നമ്മൾ തന്നെ വളർത്തിയെടുക്കണം. അതിലൂടെ അവരുടെ കഴിവുകളുടെ കാര്യത്തിൽ നമുക്ക് നിർഭയരായിട്ടിരിക്കാൻ സാധിക്കും. അതായത് അവർ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു കഴിവ് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സ്വയം പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമുക്ക് ഭയങ്കര ധൈര്യത്തോടെ ഇരിക്കാൻ പറ്റും. നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഭാവിയുടെ നേതാക്കളെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ പാരൻസും ഒന്നിച്ച് നിന്ന് മക്കളുടെ ഭാവിക്കായിട്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ പോസിറ്റീവായി കണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇത്ര നേരം എൻ്റെ സംസാരം കേട്ടിരുന്നതിനും ഒക്കെ നന്ദിയുണ്ട്. ഒരുപാട് താങ്ക്സ്.